സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കീക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് മേഴ്സി അല്ലെങ്കിൽ കൃപ അല്ലെങ്കിൽ കരുണ, ദൈവത്തിൻ്റെ കൃപയെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തത്സമയത്തേക്ക് താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സ്തോത്രം. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് അത് മനസ്സിലായില്ല. ചെങ്കടൽ മുമ്പിലെത്തിയപ്പോൾ പുറകെ ഫറവോൻ സൈന്യം, മുമ്പിൽ ചെങ്കടൽ, രണ്ടു വശത്തും പർവ്വതനിര. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇസ്രായേൽ ജനങ്ങളാകെ പേടിച്ചു. അവർ ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന മോശയോട് പിറുപിറുത്തും മോശയ്ക്കെതിരെ കല്ലെറിയാൻ തയ്യാറായി. എന്നാൽ മോശ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ചു. മുമ്പിൽ ചെങ്കടൽ, രണ്ട് സൈഡിലും പർവ്വതനിര, ബാക്കിൽ ഫറവോൻ സൈന്യം വരെ ബന്ധിക്കാൻ വരുന്നു. ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ 10 വാതകളായി ഇസ്രായേൽ ജനത്തെ 10 വാതകളും അയച്ച് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ മുമ്പിൽ ചെങ്കടലിന് മുമ്പിൽ അവരാകെ പകച്ചു നിൽക്കുകയാണ്. മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്നോട് കരയുന്ന എന്ത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. മോശ തൻ്റെ കയ്യിൽ വടി ചെങ്കടലിന് നേരെ നീട്ടി. അപ്പോൾ ചെങ്കടൽ പിളർന്നു. ഇസ്രായേൽ ജനം ചെങ്കൽ പാതയിലൂടെ അക്കരയ്ക്ക് കടന്നു. അത് ചെങ്കൽ പാതയിലൂടെ കടന്നു വന്ന മിസ്രൈം സൈന്യം, ഫറവോൻ സൈന്യവും ചെങ്കടൽ ഒന്നായപ്പോൾ അതിൽ മുങ്ങി ചത്തുന്ന വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കാൻ മരിച്ചു. എന്നാൽ ഫറവോൻ സൈന്യവും ചെങ്കടലിൽ മുങ്ങി ചത്തു. കാരണം ഇസ്രായേൽ ജനത്തെ ബന്ധിക്കാൻ വരുന്നവര് കർത്താവ് ദൈവം വെള്ളത്തിൽ മുക്കി കൊന്നു. സ്തോത്രം സ്തോത്രം. ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തം ജനമാണ് ദൈവത്തിൻ്റെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 1-2 പേരല്ല, 10-35 ഇസ്രായേൽ ജനത്തെ അക്കരെ കടത്തി പുറകെ വരുന്ന ഫറവോൻ സൈന്യത്തെയും വെള്ളത്തിൽ മുക്കി താഴ്ത്തി ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ സ്തോത്ര 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 മിരിയാൻ തപ്പെടുത്തു. അവർ പാടി, യഹോവ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്. സ്തോത്ര 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 സ്തോത്രം. അപ്പം മിസ്രൈം ഫറവോൻ സൈന്യത്തെയും ചെങ്കടലിൽ കൊല്ലുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പരിപാടി, പദ്ധതി. സ്തോത്ര സ്തോത്ര സ്തോത്രം. ദൈവം വല വിരിച്ചാൽ അതിൽ കയറുകയാണ്. ദൈവം വിളിക്കുമ്പോൾ കീഴടങ്ങുക, വലയിൽ കയറുക, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കും. ചൂണ്ടയിട്ടാൽ വേദനിക്കും. സ്തോത്ര സ്തോത്ര സ്തോത്രം. മര്യാദയ്ക്ക് ദൈവകൃപയിൽ വന്നാൽ, ദൈവത്തെ അനുസരിച്ചാൽ ദൈവം സഹായിക്കും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം താങ്ങി സഹായിക്കും. സ്തെഫാനോസ് വിശുദ്ധനായിരുന്നു. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ജനം കല്ലെറിഞ്ഞു കൊന്നു. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. പുതിയ നിയമത്തിന് ആദ്യത്തെ രക്തസാക്ഷി. നിരവധി പേർ ചോര കൊടുത്തും ജീവൻ കൊടുത്തും പണിതാണ് ഈ സഭ. യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ല. സ്തോത്ര 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 സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാണ്. ആ സഭ പണിയുന്നതിൻ്റെ അമരക്കാരനായ ദൈവസഭയുടെ അമരക്കാരനായ യേശു ക്രിസ്തു തൻ്റെ മുഴു രക്തവും മുഴു മാനവജാതിയെ സ്നേഹിച്ചതുകൊണ്ട് കാൽവറിയിൽ ഒഴുക്കുവാൻ ഇഷ്ടം തോന്നിയ യേശുവിനെ തൻ്റെ മുഴു രക്തവും ചിന്തിക്കൊണ്ട് ലോകത്തെ എല്ലാ ജനങ്ങളെയും വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. സ്തോത്രം. അവന് യേശു രക്തം കൊണ്ട്, ഞങ്ങൾ കാൽവരിയിൽ ചിന്തിയ രക്തം കൊണ്ട് എൻ്റെ പാപക്കാര കഴുകണമെന്ന് പറയുന്ന നിമിഷം ആ വ്യക്തിയുടെ പാപക്കാര കഴുകി കിട്ടുകയാണ്, ദൈവത്തിലാവുകയാണ്. സ്തോത്രം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന പോലെ ആത്മസ്നാനം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്ക്, അപ്പോസ്തല ഉപദേശം കേൾക്കുക തുടങ്ങിയനുസരിച്ച് ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടിരുന്നാൽ, തുടങ്ങിയനുസരിച്ച് അടിസ്ഥാനോപദേശം നിലനിന്നാൽ നിനക്ക് നിന്നെ ശക്തിക്ക് തകർക്കാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള കോപം ജയിക്കില്ല എന്നാണ് യേശു ക്രിസ്തു. കാവലാളായിട്ടുണ്ട്, നേതൃത്വത്തിലുണ്ട്. യേശു ക്രിസ്തു നേതൃത്വത്തിലുള്ളിടത്തോളം ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രതിസന്ധിയിലും, ഏത് ബുദ്ധിമുട്ടിലും, ഏത് പ്രയാസത്തിലും, ഏത് കഷ്ടതയിലും, ഏത് വേദനയിലും യേശു ക്രിസ്തു നിന്നോട് കൂടെ ഇരിക്കും. എന്നെ വലം കരും പിടിച്ച് നടത്തും. സ്തോത്രം. ഹെരോദ രാജാവ് സഭയ്ക്കെതിരെ എഴുന്നേറ്റു. എന്നാൽ നിമിഷനേരം കൊണ്ട് ഹെരോദ രാജാവ് കൃമിക്കിരയായി. അതായത് കൃമിയായിട്ട് ചത്തിട്ടെന്ന്
സ്തോത്ര 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 സ്തോത്ര. ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ അതിനായി ശ്രമിച്ചാൽ ദൈവം അതിനു വേണ്ടി രോഗികളെ ഒരുക്കും. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടച്ചുകൂടാ. ദൈവം ഒരു വാതിൽ അടച്ച് ആർക്കും തുറന്നുകൂടാ. ആരും അടയ്ക്കാതെ കൊണ്ട് തുറക്കുകയും ആരും തുറക്കാതെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. തിരുവചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ഞാൻ നീ നേരോടെ നടക്കാൻ തയ്യാറായാൽ ഒരു നന്മയും മുടക്കം വരികയില്ല. സ്തോത്ര 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 സ്തോത്ര. പിന്നെ പറയുന്നു, മരണപര്യന്തം വിശ്വസിച്ചനായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കും. സ്നാനപ്പെട്ട് കൊളക്കാളിൽ കയറുമ്പോൾ സ്ഥാപകന് പറയാനുള്ളത്, സ്ഥാനാർത്ഥിയോട്, സ്ഥാനപ്പെട്ട വ്യക്തിയോട്, സ്ഥാനപ്പെടുത്തിയാൽ ഒക്കെ പറയാനുണ്ട്, തലയിൽ വെച്ച് പറയുന്ന വാചകം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കും. നമുക്ക് വിശ്വസ്തനായിരിക്കേണ്ട ഒരു ചുമതലയുണ്ട്, കടപ്പാടുണ്ട്, ഒരു ചെയ്യേണ്ട പ്രവൃത്തിയും വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കും. ആരാധന യേശു ക്രിസ്തു സമരിയ സ്ത്രീയോട് പറയാം, ഈ ലോകത്തിലായിരുന്നപ്പോൾ പരിസ്ഥാന പരിശുദ്ധ വേളയിൽ സമരിയ സ്ത്രീയോട് പറഞ്ഞു, സ്തോത്ര സ്തോത്ര സ്തോത്രം, എന്നെ ആരാധിക്കാണ്ട് ഈ മലയിലുമല്ല, എരുസലേമിലുമല്ല, എരുസലേം ദേവാലയത്തിലല്ല, ഈ മലയിലല്ല, എന്നെ ആരാധിക്കാണ്ട് സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം. എന്താ സത്യം? യേശു ക്രിസ്തുവാണ് സത്യം. സത്യത്തിൽ ആത്മാവിലും ആരാധിക്കാൻ ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗദേശത്തേക്ക് പ്രവേശിക്കുകയില്ല. എന്നിലൂടെ ക്രിസ്തുവിലൂടെ അല്ലാതെ സ്വർഗരാജ്യമില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. സ്തോത്ര 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 സ്തോത്രം. നിങ്ങൾ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പിതാവാം ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് പോയി പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. സ്തോത്രം. അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ആ മർക്കോസിൻ്റെ മാളിക മുറി, അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ മാളിക മുറി 120 പേർ, മറിയടക്കം 120 പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്ര 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 സ്തോത്രം പരിശുദ്ധാത്മാവ് വരികയും ഒരു മുഴക്കമുണ്ടാകുകയും അഗ്നിയാവുകൾ പ്രത്യക്ഷപ്പെടുകയും ആ കൂടിയ 120 പേരും അന്യഭാഷകളിൽ ആരാധിക്കുവാൻ തുടങ്ങി. സ്തോത്ര സ്തോത്ര സ്തോത്രം. അപ്പോൾ ആ സമയത്ത് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് മടങ്ങി വരുന്ന ജനം ഇവർ അന്യഭാഷ ആരാധിക്കുന്നത് കണ്ട് ചിലർ പറഞ്ഞു, ഇവർ മദ്യപിച്ചിരിക്കുന്നു, വീഞ്ഞു കുടിച്ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് 12 പേരോട് കൂടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല. നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യേശു ക്രിസ്തു പകർന്നു തന്നതാണ്. സ്തോത്ര 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 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് അഭിഷേകം പ്രാപിച്ച 2-ാം അധ്യായത്തിൽ എല്ലാ 120 പേരും 3-ാം അധ്യായത്തിലേക്ക് വരും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് യോഹന്നാനും സുന്ദരൻ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിന് മുന്നിൽ മുടന്തനായിരുന്ന ഒരു വ്യക്തി, ജന്മനാ മുടന്തനായൊരു വ്യക്തി, ആ വ്യക്തിയെ ഇവരെ ഉറ്റുനോക്കി പത്രോസിനെ. അപ്പം യോഹന്നാനും പറഞ്ഞു, വെള്ളി പൊന്ന് ഞങ്ങൾക്കില്ല, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. ആ ജന്മനാ മുടന്തനായ വ്യക്തി കാലും ഞെരിയാണി ഉറച്ച് എഴുന്നേറ്റ് തുള്ളിച്ചാടിയും കൊണ്ട് ആലയത്തിലേക്ക് നടന്നു. പത്രോസിന് പറയാനുള്ളത്, വെള്ളി ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. സ്തോത്രം. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുവിനെ നടന്നു. സ്തോത്രം. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുടന്തനെ സൗഖ്യമാക്കിയതിനെ പ്രതി പത്രോസും യോഹന്നാനും മർദ്ദിക്കപ്പെട്ടു, തടവിലടയ്ക്കപ്പെട്ടു. പിറ്റേ ദിവസം പുരോഹിത സംഘവും അധികാരികളെല്ലാവരും പറഞ്ഞു, ഇനി യേശുവിൻ്റെ നാമം അശേഷം മിണ്ടിപ്പോകരുത്. ഇത് കേട്ടപ്പോൾ പത്രോസും യോഹന്നാനും തിരിച്ചു ചോദിച്ചു, നിങ്ങളെക്കാൾ അധികം ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ? നിങ്ങൾ തന്നെ വിധിപ്പേൻ. സ്തോത്രം. അവരെ പറഞ്ഞു വിട്ടു, അവരെ തടവിൽ നിന്ന് വിട്ടയച്ചു. എന്നാൽ അപ്പോൾ അവർ അപ്പോൾ 4-ാം അധ്യായത്തിലാണ്, അവർ ചെന്ന് കൂട്ടാളികളുമായി ഒത്ത് പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവമേ, അങ്ങ് സൗഖ്യമാക്കുന്ന കാലം നീട്ടുന്നതിനാലും ജനസൗഖ്യം പ്രാപിക്കുന്നതിനാലും
ഈ ഭീഷണി നോക്കണമേ. അപ്പോൾ പരിശുദ്ധാത്മ വരികയും അവർ വചനം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:31 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ വചനം പ്രസംഗിച്ചു എന്ന്. ധൈര്യം വന്ന് പരിശുദ്ധാത്മ വന്നപ്പോൾ ഒരു വചനം പ്രസംഗിക്കുവാനിടയായി. സ്തോത്രം, 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 സ്തോത്രം. പൗലോസ് അപ്പോസ്തലനെ ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ട് സ്തോത്രം റോമിലേക്ക് റോമിലെ കാരാഗൃഹത്തിൽ സ്തോത്രം റോമിൽ കൈസറിന് മുമ്പിൽ നിർത്തേണ്ടെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലന് നീറോ ചക്രവർത്തി വധിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ വാളിന് മൂർച്ച കൂട്ടുന്ന ഒച്ച കേട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല കർത്താവിൽ പ്രിയമേവർക്കും. നിമിഷങ്ങൾക്കുള്ളിൽ പൗലോസ് അപ്പോസ്തലൻ തല വെട്ടി മാറ്റി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുതിയ നിയമസഭയിലെ സ്തെഫാനോസാണ് ആദ്യത്തെ രക്തസാക്ഷി. ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലൻ എൻ്റെ വാർത്തയ്ക്ക് താനും രക്തസാക്ഷിയായി മരിച്ചു. അപ്പോൾ യേശുവിൻ്റെ 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായി മരിച്ചു. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലന് മാത്രം സ്വാഭാവിക മരണം സംഭവിച്ചു. യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച് എണ്ണയിലിട്ടപ്പോൾ ഒരു പോറിലും ഏറ്റില്ല. അപ്പോൾ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തി. അവിടെ തലയോട്ടിടവും എല്ലും കഷണവും കഴുകന്മാരും അസ്ഥികൂടങ്ങളുള്ള സ്ഥലത്തേക്ക് യോഹന്നാനെ നാട് കടത്തി. യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ കത്രുസത്തിൽ പത്മോസ് ദ്വീപിൽ ആരുമില്ലാത്തിടത്ത് താൻ ആത്മവിവശനായി യേശുവിനെ കാണുവാൻ മാർത്ത് മുൻകത്തെ കിട്ടിയ യേശുവിനെ കാണുവാനും ബൈബിളിൽ വെളിപ്പാട് പുസ്തകം എഴുതുവാനും യോഹന്നാൻ അപ്പോസ്തലന് കഴിഞ്ഞു. സ്തോത്ര, 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 സ്തോത്രം. അനേക പീഡകൾ സഹിക്കുവാനും അനേക രക്തം കൊടുത്തും മരണപ്പെട്ടും ജീവനെ ഏൽപ്പിച്ചും നേടിയെടുത്താണ് ഈ സഭ. ഇതിനെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. സ്തോത്ര, 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 സ്തോത്രം. ജഡത്തിൻ്റെ പൗലോസ് അപ്പോസ്തലനെ ഒരിക്കൽ പറയുകയുണ്ടായി, കർത്താവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി 3 വട്ടം. ഈ ശൂലമൊന്ന് എൻ്റെ ജഡത്തിൽ സാത്താൻ തൂവൻ കുത്തുന്നു. ഒരു ശൂലമുണ്ട്. ശൂലം ചിലപ്പോൾ രോഗം എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. ആ ശൂലത്തിൽ നിന്ന് മാറ്റി തരാൻ കർത്താവിനോട് 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു പൗലോസ് അപ്പോസ്തലനോട്, ശൂലം അവിടെ ഇരിക്കട്ടെ, രോഗമാണ് അത്, രോഗം അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കർത്താവിന് പറയാനുള്ള പൗലോസ് അപ്പോസ്തലനോട്, രോഗം അവിടെ ഇരിക്കട്ടെ, രോഗമാണെങ്കിൽ രോഗം അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. ചിലപ്പോൾ ചില രോഗത്തിന് സൗഖ്യം ഒന്നില്ലെന്ന് വരും, എങ്കിലും ആ രോഗത്തിന് മീതെ പ്രവർത്തിക്കുന്ന ഒരു കൃപയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, അത് മതി, ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇഷ്ടപ്പെടും. കയ്യേറ്റം, ഉപദ്രവം, പട്ടിണി, നഗ്നത, എന്താ ഉത്തരങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഇതെല്ലാം സഹിക്കാൻ തയ്യാറായി. കാരണം താൻ ബലഹീനാകുമ്പോൾ അത് ദൈവത്താൽ ശക്തിപ്പെടുകയാണ് മനസ്സിലായി. സ്തോത്രം. കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചറിയാണ്. ബലഹീനത പോലെ ഇഷ്ടപ്പെടുന്നു, തല്ലുകൊള്ളുവാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, എന്നെ ശക്തനാക്കുന്ന നിമിത്തം, ശക്തനാക്കുന്ന യേശു നിമിത്തം ഞാൻ സകലത്തിലും മതിയായവൻ. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ പൗലോസ് അപ്പോസ്തലൻ. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. അപ്പോസ്തലൻ നോക്കുന്നത് യേശുവിനെ കർത്താവിൻ്റെ മുഖത്തേക്കാണ്. തിരുവചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം മോലച്ചു പോയതുമില്ല. സ്തോത്ര, സ്തോത്രം. നോഹയ്ക്ക് പഴയ നിയമഭക്തനായ നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. അതുവരെ മഴ പെയ്തിട്ടില്ല ഭൂമിയിൽ. മഴ പെയ്യാതിരുന്ന സമയത്ത് നോഹയോട് ദൈവം പറഞ്ഞ് പെട്ടകമുണ്ടാക്കാൻ. നോഹ പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിൽ 120 കൊല്ലം നോഹ പ്രസംഗിച്ച് നടന്നിട്ടും ഒരുത്തനും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. ചില ജീവജാലങ്ങളും വെള്ളം വന്ന് എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ പെട്ടകത്തിന് വാതി കർത്താവ് അടച്ചു. പെട്ടകത്തിലുള്ള നോഹയും കുടുംബം ജീവജാലങ്ങൾ രക്ഷപ്പെട്ടു. സ്തോത്രം. ബാക്കി ഭൂമിയിലെല്ലാം ചത്തു. മഴ പെയ്ത് വെള്ളത്തിൽ മുങ്ങി ചത്തു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവിനനുസരിച്ചാൽ കർത്താവിൻ്റെ കൃപയിൽ നിന്ന് നിന്നെ കാക്കുവാൻ കർത്താവ് ശക്തൻ. എന്നെ കാക്കുവാൻ കർത്താവ് ശക്തൻ, പ്രാപ്തൻ. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൂതൻ വന്ന് പറഞ്ഞു മറിയോട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയയ്ക്ക് കൃപ ലഭിച്ചു.
നിന്റെ വയറ്റിൽ ഉരുവാകുന്നത് പരിശുദ്ധാത്മാവിലാണ് ഒരു കുഞ്ഞ് ജനിക്കും, യേശു എന്ന പേരിടയണം. മറിയത്തിനോട് പറഞ്ഞു. മറിയ അവൻ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ശക്തി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അപ്പോൾ നീ യേശുവിനെ ഗർഭിണിയാവും, യേശുവിനെ പ്രസവിക്കും. മറിയ പറയാനുള്ളത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങനെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ കർത്താവിന് യേശുക്രിസ്തുവിനെ ചുമക്കുവാൻ ദരിദ്രത്തെ ചുമക്കുവാനുള്ള ഭാഗ്യം മറിയയ്ക്ക് ലഭിച്ചു. മറിയയ്ക്ക് കൃപ ലഭിച്ചു. സ്തോത്ര സ്തോത്ര സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഉരുവാകണം. ഹൃദയത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരിക്കണം. യേശുവിന് എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇദ്ദേഹത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് അത് സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാം യേശുവിൻ്റെ കൃപ ലഭിച്ചവരാണ്. ആ യേശുക്രിസ്തു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തു ആണെങ്കിൽ ഒരു പ്രശ്നത്തിനും ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കുവാനാകുകയില്ല. യേശുക്രിസ്തു പ്രശ്നത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഏത് പ്രയാസമാണേലും ബുദ്ധിമുട്ടുകളാണേലും കർത്താവ് ശക്തനും പരിഹരിക്കുവാൻ നമ്മളെ പരിപാലനം ചെയ്യുവാൻ ശക്തനാണ്. സ്തോത്ര 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 സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന് ശക്തി കർത്താവായ സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ആ പരിശുദ്ധാത്മാവ് ലഭിച്ച് അഭിഷേകം പ്രാപിച്ച് ലോകത്തെങ്ങും കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ലോകത്തിലെല്ലായിടത്തും ഏറ്റവും വലിയ ജാതി ക്രിസ്ത്യാനി തീർന്നത് കർത്താവിന് കൃപ ലഭിച്ചത് കൊണ്ടാണ്. സ്തോത്ര 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അനേകർക്ക് ഇനിയും കൃപ ലഭിക്കട്ടെ. അനേകർ ഇനിയും ദൈവമക്കളാകട്ടെ. കർത്താവ് വരാൻ വൈകുന്നു, ഓരോ ദിവസവും വരാൻ വൈകുന്നു. കർത്താവ് ലോകാവസാനം ഉണ്ടാകാത്ത കർത്താവ് വരാൻ വൈകുന്നത് ഒരുത്തനും കൂടെ കൃപയിലായിട്ട് വരട്ടെ എന്ന് കരുതിയാണ്. ഒരുത്തനും കൂടെ രക്ഷിക്കപ്പെടട്ടെ, ഒരുത്തനും കൂടെ ദൈവഹിതരാകട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കാൻ സ്വർഗം. കർത്താവ് ഇത്രയും പെട്ടെന്ന് വന്ന് നമ്മെല്ലാവരും ചേർത്തുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവിടെ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പട്ടിണി, മഹാമാരി, രോഗങ്ങൾ. ഇപ്പോൾ കോവിഡ് വന്നു പോയല്ലോ കുറച്ച് മുമ്പ്. ഇനി അങ്ങനെ മഹാമാരി ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കും. ഓർത്തുകൊള്ളയാണ് കർത്താവിൻ്റെ വരവ് ആസന്നമായി അടുത്തിരിക്കുന്നു. ആ കർത്താവ് വന്നാൽ വിശുദ്ധിയോടെ ജീവിച്ചവർക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിന് കർത്താവ് ചേർത്തുകൊള്ളും. അല്ലാത്തവരെല്ലാവരും തീയിലേക്ക് തള്ളപ്പെടും. ഗന്ധകവും പുതുകൂടെ തീയിലേക്ക് നരകത്തേക്ക് മാറ്റപ്പെടാൻ കോടാനുകൂടി വെച്ച് നരകത്തിൽ ജീവിക്കണോ? കോടാനുകൂടി വെച്ച് യേശുവിനോടത്ത്, ദൂതന്മാരോടത്ത്, വിശുദ്ധന്മാരോടത്ത് സ്വർഗത്തിൽ ജീവിക്കണം. തെരഞ്ഞെടുക്കാനുള്ള അവകാശം എൻ്റെയും നിൻ്റെയുമാണ്. കർത്താവിനനുസരിച്ച്, കൽപ്പന അനുസരിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, സ്വർഗത്തിലേക്ക് എടുക്കും. അല്ല ഇപ്പോൾ വരികയാണെങ്കിൽ നാമല്ല രൂപാന്തരം, കർത്താവിൻ്റെ മക്കളെല്ലാം രൂപാന്തരപ്പെട്ട് ദൈവത്തിനോടത്ത് കോടാനുകൂടി വർഷം വിശുദ്ധരോടൊത്തും ദൂതന്മാരോടൊത്തും യേശുവിനോടൊത്തും ജീവിക്കാം. അതിനെ സമർപ്പിക്കാൻ എല്ലാവരും കൃപ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. ഹല്ലേലൂയ.